പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും പ്രതിരോധ രംഗത്തും ഏറെ നിർണായകമായേക്കാവുന്ന ഒരു വാർത്തയാണ് അടുത്തത്. രാജ്യത്തിന്റെ പരമോന്നത സൈനിക മേധാവി പദവിയിലേക്ക് ജനറൽ അസീം മുനീർ ചുമതലയേൽക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടത് അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള പ്രധാന വാർത്താ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജനറൽ അസീം മുനീർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരമാധികാരിയായി ഉടൻ ചുമതലയേൽക്കും. അസീം മുനീറിനെ CDF ആയി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം നവംബർ 29-ന് പുറത്ത് വരേണ്ടതായിരുന്നുവെങ്കിലും അന്ന് അത് സംഭവിച്ചിരുന്നില്ല. നിയമന വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടതെന്നാണ് വിലയിരുത്തൽ. ഷഹബാസ് ഷെരീഫ് ആദ്യം ബഹ്റൈനിലേക്കും തുടർന്ന് ലണ്ടനിലേക്കും പോയതായാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. CDF പദവിയിലെത്തുന്നതോടെ അസീം മുനീർ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി മാറും.